അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാവരും ഹംദ് പറയുന്നുട്ടാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും വളരെ ചുരുങ്ങിയ സമയം, പക്ഷെ പഠിക്കാനുള്ള വലിയ കാര്യങ്ങളാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച, ഈ മുഹറമിന്റെ വെള്ളിയാഴ്ച പകൽ എന്തുകൊണ്ടും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദിവസമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തുകൾ മുത്തുനബി തങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കപ്പെടുന്ന രാവുകളുടെ പകലുകളുടെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന വിശ്വാസികളുടെ പെരുന്നാളിന്റെ സുദിനമാണ് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ ധാരാളമുണ്ട്. എന്ത് ചെയ്താലും അക്സറു മിൻ സവാബി ഇൻദില്ലാ, അള്ളാന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് ഒരുപാട് റഹ്മത്തുകൾ അള്ളാന്റെ ഭാഗത്ത് പെയ്തിറങ്ങുന്ന, മലക്കുകൾ എപ്പോഴും ഭൂമികൾ വിധാനിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ നിമിഷമാണ് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച നമ്മൾ ഇന്നൊരു സ്വലാത്ത് പഠിക്കുകയാണ്. സ്വലാത്ത് നമുക്കറിയാം നമ്മുടെ പിടിവള്ളിയാണ്, അല്ലേ? എന്താ പറയാ, സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ വലിയ ഒരു ആശ്വാസത്തിന്റെ പേമാരിയാണ് ആദരവായ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്നുള്ളത്. നമുക്ക് സങ്കടം വരുമ്പോ, നൊമ്പരം വരുമ്പോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ സ്വലാത്ത് ചൊല്ലിയാൽ ആ സങ്കടം ഇങ്ങനെ വല്ലാതെ അലിഞ്ഞു പോകുന്നതായി നമ്മിൽ പലരും അനുഭവസ്ഥരാണ്, അനുഭവിച്ചിട്ടുള്ളവരാണ്, അനുഭവിക്കുന്നവരാണ്. എത്രയോ സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ വലിയ കയ്പ് നീർ കുടിക്കുന്ന ഉമ്മമാർ ഭവനങ്ങളിൽ ആരോടും പറയാനില്ല. സ്വലാത്ത് ചൊല്ലി 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 അവരുടെ ഖൽബ് ആശ്വാസം അടങ്ങുന്നുണ്ട്. അവർക്കൊക്കെ സമാധാനവും സന്തോഷവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് മഹാനായ ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി തങ്ങൾ പറയുമായിരുന്നു, ഒരാൾ ഈ സ്വലാത്തിനെ 70 തവണ പതിവാക്കിയാൽ, ഈ സ്വലാത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ കുറച്ച്, ഉച്ചയ്ക്ക് ളുഹർ കഴിഞ്ഞിട്ട് അസ്ർ കഴിഞ്ഞ് എല്ലാ ദിവസവും 70 തവണ പതിവാക്കിയാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എണ്ണമറ്റ പ്രതിഫലമുണ്ട്. ഒരു 300 തവണ വെള്ളിയാഴ്ച പകൽ നിങ്ങൾ ചൊല്ലി നോക്കി. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു 70 തവണ നിങ്ങൾ പതിവാക്കി, മുടങ്ങാതെ 70 തവണ ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ നബി തങ്ങൾ പറഞ്ഞു, അവൻ എന്നെ കാണാതെ മരിക്കില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രതിഫലം, ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. ആ മുത്തുനബി തങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഷഅറാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ നമുക്ക് കാണാം. രണ്ടാമത്തത്, നബി തങ്ങൾ പറഞ്ഞു, വജബത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശുപാർശ നിർബന്ധമായി, അവന് ഞാൻ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും വരൂല, ഉമ്മ, നമ്മുടെ ഭർത്താവ് വരൂല, മക്കള് വരൂല, വാപ്പമാരെ നിങ്ങളെ ദുനിയാവിന്റെ പുറകെ നിസ്കാരം പോലും ഇല്ലാതെ ഓടിപ്പായുന്ന എന്തിനാ ചോദിക്കുമ്പോ പറഞ്ഞു, ഉസ്താദേ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, നമ്മളല്ലാതെ ആരുണ്ട് ഉസ്താദ് എന്നാ പറയണേ. ഭാര്യ വരൂല, മക്കൾ വരൂല, അള്ളാഹുവിന്റെ റസൂലല്ലാതെ. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. മുത്തുനബി തങ്ങളല്ലാതെ ഒരാളും ശുപാർശയ്ക്ക് വരൂല. നബി തങ്ങൾ സുജൂദിൽ വീഴുമെന്നല്ലേ? അള്ളാന്റെ റസൂലേ, ഇത് സുജൂദിന്റെ സ്ഥലമല്ല, അള്ളാന്റെ ഭാഗത്ത് വിളിയാളമുണ്ടാകും. പടച്ചവനോട് മുത്തുനബി തങ്ങൾ പറയും, നബിയെ, അള്ളാഹുവേ എനിക്കറിയാം, എന്നാൽ ഇത് എന്റെ ഉമ്മത്തിൽപ്പെട്ട സാധുവാ, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന മനുഷ്യനാ, ഒന്ന് രക്ഷപ്പെടുത്തിയേക്ക് റബ്ബേ. അതുവഴി നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ഉണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ രക്ഷപ്പെട്ട പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ആരും സഹായിക്കാനില്ലാത്ത നിബിതങ്ങളുടെ ശുപാർശ നമുക്ക് ലഭിക്കും. 2. മൂന്നാമത്തത്, നമ്മൾ നാളെ പടച്ചവന്റെ പരലോകത്ത് ഹുഫാത്തൻ ഉറാത്തൻ ഉർല, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, ഒരു ജാണകലെ സൂര്യൻ നിൽക്കുന്ന മഹ്ശറയിൽ നിബിതങ്ങൾ ദാഹിച്ച് പരവശന നിൽക്കുമ്പോ നിബിതങ്ങൾ ഇങ്ങനെ വിളിക്കും, ഇങ്ങ് വന്നേ, ഞാൻ കുടിക്കാൻ വെള്ളം തരാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ അള്ളാഹു കുടിക്കാൻ ഭാഗ്യം തരട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ, നിങ്ങൾക്കാണ് ഞാൻ ഹൗദുൽ കൗസർ തന്നിരിക്കുന്നത്. ആ പാനീയം അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് നമുക്ക് വാങ്ങി കുടിക്കാം. ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതാണ് ആ ഹൗദുൽ കൗസർ നബി തങ്ങൾ കൈകൊണ്ട് തരും, നമ്മൾ വാങ്ങും, നമ്മൾ കുടിക്കും. എന്തേ കാരണം? ഈ സ്വലാത്ത് 70 തവണ പതിവാക്കിക്കോളി. ഇതിൽക്കുള്ള എന്താ വേണ്ടത്? നാലാമത്തത് നബി തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാര് കരയുന്ന, പ്രവാചകന്മാര് കരഞ്ഞ മഹാരഥന്മാരാകുന്ന പണ്ഡിതൻ ഒരുപാട് കരഞ്ഞു പോയ നരകം ഉണ്ടല്ലോ, ആ നരകം അവന് നിഷിദ്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ കടക്കൂലെന്നല്ല, നരകം അവന്റെ ശരീരത്തിന് ഹറാമാണ്, ചൂട് പോലും ഏൽക്കാൻ കഴിയില്ല. ഈ സ്വലാത്ത് ഒരു കവചം, നരകത്തിൽ നിന്നുള്ള കവചമാണ്. അഞ്ചാമത്തത്, ഇത് പതിവാക്കുന്നവർക്ക് 10 നന്മകൾ അത് രേഖപ്പെടുത്തും. ആറാമത്തത് 10 തിന്മകളെല്ലാം മാറ്റപ്പെടും. ഏഴാമത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല, അവന്റെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കും. കട ഉണ്ടോ? ആ നിയ്യത്തിൽ പടച്ചോനെ എന്റെ കടങ്ങൾ ഇവിടെ ഞാൻ 70 തവണ പതിവാക്കും, മുടങ്ങാതെ 70 തവണ പതിവാക്കിക്കോളീൻ. അല്ലാഹ് എന്റെ മക്കൾ നന്നാകണം, 70 വട്ടം പതിവാക്കിക്കോളീൻ. വീടില്ല പടച്ചോനെ, 70 തവണ പതിവാക്കിക്കോളീൻ. അല്ലാഹ് വീട് വിൽക്കാനുണ്ട്, 70 തവണ പതിവാക്കിക്കോളീൻ. ഈ സ്വലാത്ത് ഉസ്താദ് ഏത് സ്വലാത്താ ഇത്രയേറെ പ്രതിഫലമുള്ളത്? കേട്ടോളീൻ. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബരിഹി ഫിൽ ഖുബൂർ. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബരിഹി ഫിൽ ഖുബൂർ. ഒന്നുകൂടി ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബരിഹി ഫിൽ ഖുബൂർ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം ഈ സ്വലാത്ത് പതിവാക്കുന്നതിനോടൊപ്പം നമ്മൾ എന്തു വേണം? സൂറത്തുൽ കഹ്ഫ് മുടങ്ങരുത്, ളുഹ നമ്മൾ മുടങ്ങരുത്, തഹജ്ജുദ് നമ്മൾ വെള്ളിയാഴ്ച എന്നല്ല ഒരു ദിവസവും മുടങ്ങരുത്, നമ്മൾ ളുഹ നിസ്കരിക്കണം. അതുപോലെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, അസ്ർ നമസ്കാരത്തിന് ശേഷമൊക്കെ ദുആക്ക് ഒരുപാട് ഇജാബത്തുണ്ട് വെള്ളിയാഴ്ച. ഉമ്മമാരെ, അടുക്കളയിലായി എല്ലാ ആഴ്ചയും പറയുന്നതാണ് ഞാൻ വിശദീകരിക്കാത്തത്. കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ, വേഗം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയാ പറഞ്ഞു പോണേ. എന്നും കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് വേഗത്തിൽ പറഞ്ഞു പോണേ. ജുമാ സമയം ഉസ്താദെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇക്കാക്ക് ഭക്ഷണം കൊടുക്കണോ എന്ന് കരുതി സമയം കളയല്ലേ ഉമ്മ. ഭക്ഷണം കൊടുക്കണ്ടെന്നല്ല, പട്ടിണി കിട്ടേണ്ടി ഭാഗത്ത് എടുക്കണമെന്നുമല്ല. വേഗത്തിൽ ജോലിയൊക്കെ ഒതുക്കി വെച്ച് ജുമയ്ക്ക് കുറച്ച് നേരത്തെ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് അള്ളഹാനോട് ചോദിക്ക്. വെള്ളിയാഴ്ച അള്ളാഹിന്റെ റഹ്മത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കും ഇസ്തിഗ്ഫാറിലായി, തസ്ബീഹിലായി, തക്ബീറിലായി, തഹ്മീദിലായി, തംജീദിലായി അള്ളാഹുവിലേക്ക് നമ്മൾ ഒരുപാട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നേരത്തെ പള്ളിയിൽ പോകണം. ഉസ്താദിന്റെ പ്രസംഗം എന്തിനാപ്പ കേൾക്കണം? അങ്ങനെ ചിന്തിക്കല്ലേ. ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് പള്ളിക്കകത്ത് പോയി ഇരിക്കുക വാപ്പ. പരിപൂർണ്ണ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടൂലേ? പള്ളിക്കകത്ത് പോയി ദിക്ർ ചൊല്ലിക്കോ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യും, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോ, വലിയ കൂലിയുണ്ട്. അതോടൊപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ, കൂട്ടുകാരോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യ്. തൊട്ടപ്പുറത്ത് കബറിൽ കിടക്കുന്ന വാപ്പയുണ്ട്, വല്യുപ്പയുണ്ട്, ഉമ്മാമയുണ്ട്, ഉപ്പാപ്പയുണ്ട്, അവരെയൊക്കെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യ്. കുടുംബ ബന്ധം ചേർക്ക്, പിണക്കങ്ങളും മാറ്റി, സ്വതക്കുകൾ വികരിപ്പിക്ക്. അങ്ങനെയുള്ള നന്മയായ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച ഉമ്മമാരെ നഖം വെട്ടാൻ നമ്മൾ മറക്കരുത്. നഖം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. വെള്ളിയാഴ്ച ഒന്നുകിൽ വ്യാഴാഴ്ച അസ്ർ നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നഖം വെട്ടിയിരിക്കണം. കുളിക്കുമ്പോൾ വെറുതെ വെപ്രാളപ്പെട്ട് കുളിക്കല്ലേ വാപ്പ. കടയിൽ നിന്ന് ഓടി വന്നിട്ട് അങ്ങ് വെള്ളം വീഴ്ത്തിയിട്ട് പോകല്ലേ. ജുമഅയുടെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ച് കുളിക്ക്. ആ കുളിക്ക് അള്ളാഹു ഷഹാദത്തിന്റെ പോലും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുഗന്ധം പൂശണം എൻ്റെ വാപ്പമാര്. വെറുതെ അങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങനെ എടുത്ത് സ്പ്രേയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സുഗന്ധം അത്ര പൂശുമെങ്കിൽ അതാണ് വലിയ സുന്നത്ത്. പല സ്പ്രേകളും പല എന്താ പറയാ, ഈ നമ്മുടെ ഈ എന്താ പറയുക പെർഫ്യൂമുകളും വലിയ ആൽക്കഹോൾ കടന്നതാണ്. അത്തർ, നല്ല ശുദ്ധമായ അത്തർ മേടിക്കാൻ കിട്ടും. ആ അത്തർ നബിതങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്തറായിരുന്നു എന്നാണ്. ആ അത്തർ മേടിച്ചൊന്ന് പുരട്ട്, വലിയ പ്രതിഫലമുണ്ട്. ഉമ്മമാരെ, നിങ്ങളും അത്തർ പുരട്ടണം. എപ്പോഴാ? വെളിയിൽ കല്യാണത്തിന് പോകുമ്പോഴല്ല, നമ്മൾ അപ്പോഴേ പുരട്ടുള്ളൂ. കല്യാണത്തിന് പോകുമ്പോഴല്ല. നിസ്കരിക്കാൻ നേരത്തെ നിസ്കാര കുപ്പായത്തിന്റെ ഭാഗത്ത് ഒരു അത്തർ കുപ്പി വെച്ചേക്കണം. ഇക്ക പോകുമ്പോൾ ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി നല്ലൊരു അത്തർ വാങ്ങിക്കൊണ്ട് വരണേ. അത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു അത്തർ കുപ്പി വാങ്ങിച്ച് നിസ്കാര കുപ്പായത്തിന് എടുത്ത് വെച്ചേക്കുക. നിസ്കാര കുപ്പായം എടുത്തിട്ടതിന് ശേഷം ഒരു അത്തർ എടുക്കുക, ഇങ്ങനെ ഇങ്ങനെ ആ നിസ്കാര കുപ്പായത്തിൽ പൂശിക്കോ. ഇവിടെ നിസ്കരിക്കുക, റഹ്മത്തിന്റെ മലക്കുരുന്നാണ്. രാത്രി കിടക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി നല്ല വസ്ത്രം ധരിച്ചിട്ട് ഒന്ന് അത്ര പൂശിയിട്ട് പോയി കിടക്ക്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ഭർത്താവിന് നിന്നോടൊരു ഇഷ്ടം ഉണ്ടാകും. ഇത് അടുക്കളയിൽ പോയ കോലത്തിൽ തന്നെയാണ് പോയി കിടക്കുക. അതിലേക്കൊന്നും കിടക്കണില്ല. എൻ്റെ പ്രിയമുള്ളവരെ, സുഗന്ധം
സുഗന്ധം പൂശിക്കോളിൻ. വലിയ പ്രതിഫലമല്ലേ ആ സുഗന്ധമുള്ളിടത്തോളം കാലം റഹ്മത്തിന്റെ മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഈ സ്വലാത്ത് പതിവാക്കിക്കോളിൻ. എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സ്വലാത്താണ് നമ്മൾ പഠിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ. സ്വലാത്ത് പതിവാക്കിക്കോളിൻ. അള്ളാഹു ഇതൊരു വജ്രായുധമാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം അൽഹംദുലില്ലാ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്നൊരു ചാനലുണ്ട്. മഹാന്മാരുടെ ചരിത്രം, ബദരീങ്ങളുടെ ചരിത്രം, മുൻഗാമികളുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ചരിത്രമാണ്. തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദർ ഹദ്ദാദ് റാത്തീബൊക്കെയായി ആയിരങ്ങൾ സംഗമിക്കുന്ന 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അത്ഭുതത്തിന്റെ മജ്ലിസ്, ബദരീങ്ങളുടെ പേരിലാണ് ആ മജ്ലിസ് നടത്തപ്പെടുക. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനലിലേക്ക് നിങ്ങൾക്ക് കയറാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.